ട്രംപ് അമേരിക്കൻ ഭരണം ഏറ്റെടുത്തിട്ട് 2 മാസം തികയുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ഇത് 2ാം തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ട്രംപിനെ കാണാൻ അമേരിക്കയിലെത്തുന്നത്. ഗസ മാത്രമായിരുന്നു ആദ്യ സന്ദർശനത്തിൽ മുന്നിലുണ്ടായിരുന്നതെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് ഇപ്പോൾ നെതന്യാഹു. നാട്ടിലും പുറത്തും ഒരുപാട് വെല്ലുവിളികളാണ് നെതന്യാഹുവിന്. ഗസയിൽ ട്രംപിന്റെ അനുമതിയോടെ ആക്രമണം പുനരാരംഭിച്ചെങ്കിലും അവിടെ യുദ്ധത്തിനിറങ്ങാൻ സൈനികരെ പോലും കിട്ടാത്ത അവസ്ഥയാണ്. ഗസ ആക്രമണം പുനരാരംഭിച്ചതോടെ ഹൂത്തികളും ഹമാസും ഇസ്രായേലിന് നേരെയും ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ഇറാൻ ഡെമോക്രസിന്റെ വാള് പോലെ തലയ്ക്ക് മീതെ തന്നെയുണ്ട്. ലെബനാനും സിറിയയും ഭീഷണിയായി മുന്നിലുണ്ട്. ഗസയിലുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാണ്. അതേ ചൊല്ലി ഇസ്രായേലിൽ പ്രതിഷേധവും കനക്കുന്നു. അഴിമതി കേസിൽ കോടതി കയറി ഇറങ്ങുകയാണ് നെതന്യാഹു. ഇതിനെല്ലാം ഇടയിലാണ് കൂനിന്മേൽ കുരുവായി പുതിയ വെല്ലുവിളികൾ. ഇന്റലിജൻസ് തലവൻ റോൺ ബാറിനെ പുറത്താക്കിയതും അറ്റോർണി ജനറൽ ഗാലി ബഹാറാവ് മിയാരെ പുറത്താക്കാൻ നീക്കം നടത്തുന്നതുമാണ് പുതിയ പുകിൽ. നെതന്യാഹുവിനെതിരെ വൻ പ്രക്ഷോഭമാണ് ഇസ്രായേലിലെങ്ങും നടക്കുന്നത്. ഇതൊക്കെ ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് സംരക്ഷകരായ അമേരിക്കയും ചതിക്കുന്നത്. ലോകരാജ്യങ്ങൾക്കെതിരായ തീരുവ യുദ്ധത്തിൽ ഇസ്രായേലിനെ വെറുതെ വിട്ടിട്ടില്ല ട്രംപ്. 17% നികുതിയാണ് അമേരിക്ക ഇസ്രായേലിനെതിരെ ചുമത്തിയത്. ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ സഹായഹസ്തം തേടിയാണ് കഴിഞ്ഞ ദിവസം നെതന്യാഹു വൈറ്റ് ഹൗസിലെത്തിയത്. എന്നാൽ മടങ്ങിയത് വെറും കൈയോടെ. മിന്നൽ സന്ദർശനം കൊണ്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, വലിയ തിരിച്ചടിയുമായി ട്രംപുമായുള്ള കൂടിക്കാഴ്ച. തീരുവയിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് വ്യക്തമാക്കി US പ്രസിഡന്റ്. ചിരവൈരിയെ പോലെ കാണുന്ന തുർക്കിയെയും പ്രസിഡന്റ് രജബ് തയ്യിബ് ഉർദുഗാനെ മുന്നിലിരുത്തി പൊക്കിയടിക്കുകയും ചെയ്തു ട്രംപ്. ഒരു പടി കൂടി കടന്ന് തുർക്കിയുമായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ താൻ തീർത്തു തരാമെന്ന ഓഫറും മുന്നോട്ട് വെച്ചു ട്രംപ്. ബഷാറുൽ അസദിന്റെ പതനത്തിന് ശേഷം തുർക്കി സിറിയയിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നുവെന്ന് ഇസ്രായേൽ ആരോപിക്കുന്നുണ്ട്. അക്കാര്യം ചൂണ്ടിക്കാട്ടി സിറിയയിൽ ആക്രമണവും നടത്തുന്നുണ്ട് ഇസ്രായേൽ. ഈ വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായപ്പോഴാണ് നെതന്യാഹുവിനെ ഞെട്ടിച്ച് ട്രംപ് തുർക്കിയെയും ഉർദുഗാനെയും വാനോളം പുകഴ്ത്തിയത്. ട്രംപിന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: തുർക്കിയുമായി താങ്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാം. പക്ഷേ അതിന് താങ്കൾ യുക്തിസഹമായി പെരുമാറണം. ഔചിത്യബോധത്തോടെ വേണം നമ്മൾ ഇടപെടാൻ. തുർക്കിയുമായി താങ്കൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ കഴിയും. തുർക്കിയുമായും അവരുടെ നേതാവുമായും എനിക്ക് വളരെ അടുത്ത ബന്ധമുണ്ടെന്ന് താങ്കൾക്കറിയാമല്ലോ. നമുക്ക് എല്ലാം തീർപ്പാക്കാനാകും. ഇതൊന്നും ഒരു പ്രശ്നമല്ല, പ്രശ്നമാകാനും പോകുന്നില്ല. ഉർദുഗാനെ കർക്കശക്കാരനെന്നാണ് ട്രംപ് പരിചയപ്പെടുത്തിയത്. ഒപ്പം അതീവ ബുദ്ധിമാനാണെന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അദ്ദേഹവുമായി വളരെ വലിയ ബന്ധമാണ് തനിക്കുള്ളത്. അയാളെ എനിക്ക് ഇഷ്ടമാണ്. അദ്ദേഹം എന്നെയും ഇഷ്ടപ്പെടുന്നു. തങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ട്രംപ്. ആർക്കും ചെയ്യാനാകാത്ത കാര്യമാണ് നെതന്യാഹു സാധിച്ചതെന്നും ട്രംപ് പറയുന്നു. സിറിയയിൽ ബഷാറുൽ അസദിന്റെ പതനം സൂചിപ്പിച്ചായിരുന്നു ട്രംപിന്റെ പരാമർശം. ബഷാറിന്റെ പതനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് തുർക്കിയാണെന്ന് നേരത്തെയും ട്രംപ് പറഞ്ഞിരുന്നു. ഉർദുഗാനെ വിളിച്ച് അഭിനന്ദനം അറിയിച്ച കാര്യവും അദ്ദേഹം വെളിപ്പെടുത്തി. കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ ഒരാൾക്കും ചെയ്യാനാകാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്തത്. പല പേരുകളിലാണ് നിങ്ങൾ സിറിയയെ കീഴടക്കിയത്. മറ്റ് പലരും വഴിയാണ് സിറിയയെ നിയന്ത്രണത്തിലാക്കിയതെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം ട്രംപും നെതന്യാഹുവും തമ്മിൽ നടക്കേണ്ടിയിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കിയിട്ടുണ്ട്. അമേരിക്കൻ സമയം തിങ്കളാഴ്ച രാത്രി 9:30 പ്രസ് മീറ്റ് നടക്കുമെന്നായിരുന്നു നേരത്തെ മാധ്യമങ്ങൾക്ക് ലഭിച്ച അറിയിപ്പ്. ഇത് റദ്ദാക്കിയതായുള്ള വിവരമാണ് വൈകിട്ടോടെ മാധ്യമങ്ങൾക്ക് കിട്ടിയത്. ഓവൽ ഓഫീസിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമ സംഘത്തിന് മുന്നിലാണ് പിന്നീട് ട്രംപും നെതന്യാഹുവും സംസാരിച്ചത്. ഇസ്രായേലിനെതിരെ ചുമത്തിയ 17% തീരുവ പിൻവലിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു നെതന്യാഹു. അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലെന്നാണ് തിങ്കളാഴ്ച ട്രംപ് നേരിട്ട് തന്നെ വ്യക്തമാക്കിയത്. ഇസ്രായേലിന് നൽകി വരുന്ന സഹായങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ് US പ്രസിഡന്റ് ചെയ്തത്. ഇസ്രായേലിനെ ഒരുപാട് സഹായിക്കുന്നുണ്ടെന്ന കാര്യം മറക്കരുത്. ഓരോ വർഷവും $4 ബില്യൺ ഞങ്ങൾ തരുന്നത്. വർഷാവർഷം ബില്യൺ കണക്കിന് ഡോളറുകൾ നൽകുന്നു. വേറെ ആർക്കും അത്രയും ഭീമമായ തുക നൽകുന്നില്ലെന്നും അക്കാര്യം വിസ്മരിക്കരുതെന്നും ട്രംപ് ഓർമ്മിപ്പിക്കുകയായിരുന്നു.